ആദ്യം മെയിൻ ഇവന്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നറുടെയും ജോൺ സീനയുടെയും മാച്ച് ഏറ്റവും ആദ്യത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യുഡബ്ല്യുഇക്ക് മെയിൻ ഇവന്റിലേക്ക് വലിയ പ്ലാനുകൾ ഉണ്ടായിരിക്കും. റസൽ പലൂസ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ലൈവ് ഇവന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞായറാഴ്ച രാവിലെ 4:30 മുതലായിരിക്കും. റസൽ പലൂസ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ചിലൂടെയാണ്. ബ്രോക്കും ജോൺ സീനയും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ഏകദേശം 11 വർഷത്തോളമായി. അതുപോലെ തന്നെ ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള ഏറ്റവും അവസാനത്തെ മാച്ചായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ബ്രോക്ക് ലെസ്നർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു മാച്ചിൽ വിജയം ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജോൺ സീനക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ മാച്ചുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. പിന്നീട് ഇത് ഉസോസ് വേഴ്സസ് ദ വിഷൻ തമ്മിലുള്ള മാച്ചാണ്. ഇതിലും വിജയ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഉസോസ് തന്നെയാണ്. പിന്നീട് മിക്സഡ് ടാഗ് ഗ്രഡ്ജ് മാച്ച് സിഎം പങ്ക് AJ Lee വേഴ്സസ് സെത്ത് റോളിൻസ് ബെക്കി ലിഞ്ച് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. AJ Lee തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മാച്ച് ആയതുകൊണ്ട് വിജയം സിഎം പങ്കിനും AJ Leeക്കും കയ്യിൽ തന്നെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് റസൽ പലൂസയുടെ മെയിൻ ഇവന്റ് കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ്. WWE ESPNലേക്ക് മാറ്റിയതിനു ശേഷമുള്ള ആദ്യത്തെ പേപ്പർ വ്യൂ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ മെയിൻ ഇവന്റ് ആക്കിയിട്ട് കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ WWE വലിയ എന്തെങ്കിലും പ്ലാനുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ കോഡി റോഡ്സ് തോറ്റുകൊണ്ട് ഡ്രൂ മെക്കിൻഡർ വീണ്ടും ചാമ്പ്യനായി മാറുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനോ, അല്ല എന്നുണ്ടെങ്കിൽ കോഡി റോഡ്സ് വിജയിച്ച് നിൽക്കുന്ന സമയത്ത് റാൻഡി തിരിച്ചു വന്ന് കോഡിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് റാൻഡി വില്ലൻ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈനോ ഉണ്ടാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു മെയിൻ ഇവന്റിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി വേറെ ആരെങ്കിലും റിട്ടേൺ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല.